والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة إلى الترغيب في الوضوء وإسباغه. وضوء ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ അടുത്തത് وعن ابن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم ഒരിക്കൽ പറഞ്ഞു أتاني الليلة ربي في أحسن سورة. എൻ്റെ അടുക്കൽ എൻ്റെ റബ്ബ് വന്നു ഏറ്റവും കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ. ഫഖാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ്, എ മുഹമ്മദ്, അതദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല, നിനക്കറിയുമോ എന്ത് വിഷയത്തിലാണ് ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ ചർച്ച നടക്കുന്നത്, എന്ത് വിഷയത്തിലാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഖുൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം, അറിയാമെന്ന് പറഞ്ഞു. ഫിൽ കഫാറാത്തി വദ്ദറജാത്ത്, കഫാറാത്തുകളുടെയും ദറജാത്തുകളുടെയും വിഷയത്തിലാണ്, അഥവാ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ദർജകൾ ഉയർത്തുന്ന കാര്യങ്ങളും എന്താണ് എന്ന വിഷയത്തിലാണ്. എന്നിട്ട് പറഞ്ഞു വനഖലിൽ അഖ്ദാമിൽ ജമാഅത്ത്, എന്താണ് കഫാറാത്തുകളും ദർജാത്തുകളും എന്ന് പറയാണ്. ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നടന്നു പോകലാണ്. വഇസ്ബാഗുൽ വുളൂഇ ഫിസ് സബറാത്ത്, ബുദ്ധിമുട്ടുള്ള സമയത്തും വുളു പൂർണ്ണമായി എടുക്കലാണ്. വഇൻതിദാരിസ് സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കലാണ്. വമൻ ഹാഫള അലൈഹിന്ന ആശ ബിഖൈറിൻ, ആരെങ്കിലും ഇത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും ഖൈറിലായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. വമാത ബിഖൈറിൻ, അവൻ ഖൈറിലായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. വകാന മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ജനിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ അവൻ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കുമെന്ന്. ഈ ഹദീസിൽ ഇതിനു പുറമെ കുറച്ച് ലഫ്ളുകളിൽ അധികമായി വന്ന റിവായത്തുണ്ട്. അതാണ് ഒന്നുകൂടി നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ളത്. ഇതിൽ ആദ്യം പറഞ്ഞ വിഷയം അതാനി അല്ലൈലത റബ്ബി ഫി അഹ്സനി സൂറ, എന്റെ റബ്ബ് രാത്രിയിൽ എന്റെ അടുക്കൽ ഏറ്റവും നല്ല രൂപത്തിൽ വന്നു എന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ സമയത്ത് സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടതാണ് ഏറ്റവും നല്ല രൂപത്തിൽ. ഇവിടെ അല്ലാഹു തആലയെ ഭൂമിയിൽ വെച്ച് ഒരാളും കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയില്ല. പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് ആണ് മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെ കാണാൻ സാധിക്കുക. എന്നാൽ അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ. അതിന് ഈ ഹദീസും വേറെ ചില സംഭവങ്ങളും തെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ സലഫുകളിൽ പലരിൽ നിന്നും ഇമാം അഹ്മദ് എല്ലാം സ്വപ്നത്തിൽ അള്ളാഹുവിനെ കണ്ടതായിട്ടുള്ള അസറുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു വലിയന് അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ സാധിക്കും. പക്ഷെ എങ്ങനെയാണ് രൂപം? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയില്ല. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് അല്ലാഹു തആല ചോദിച്ചു യാ മുഹമ്മദ്, മുഹമ്മദ്, അതദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല, ആകാശലോകത്ത് മലക്കുകൾക്കിടയിലുള്ള ചർച്ച എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഇവിടെ ഖുൽതു നഅം എന്ന് പറയുന്നതിന് മുമ്പ് വേറെ റിവായത്തുകളിൽ ആദ്യം അറിയില്ല എന്ന നിലക്ക് പറയുന്നുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് തോളുകൾക്കിടയിൽ അഥവാ നെഞ്ചിലായിക്കൊണ്ട് കൈപ്പത്തി വെക്കുകയും അവിടുത്തെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുമാറ് ആ കൈപ്പത്തി വെച്ചു എന്നും പിന്നീട് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്നും ഹദീസിൽ കാണാം. അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഫിൽ കഫാറാത്തി വദ്ദറജാത്ത്, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്നും അതുപോലെ തന്നെ ഒരാളുടെ ദറജകൾ ഉയർത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള വിഷയമാണ് ചർച്ച എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ആ കാര്യങ്ങൾ? ഒരാളുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും അതുപോലെ അവരുടെ ദറജകൾ ഉയർത്താനും കാരണമാകുന്ന കാര്യങ്ങൾ എന്താണ്? വനഖലിൽ അഖ്ദാമിൽ ജമാഅത്ത്, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നടന്നു പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ, മസ്ജിദിലേക്ക് നടന്നു പോവുക എന്നുള്ളതിന്റെ ഫളലാണ്. വഇസ്ബാഗുൽ വുളൂഇ ഫിസ് സബറാത്ത്, സബറാത്ത് എന്ന് ഉദ്ദേശിച്ചത് മക്രൂഹാത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ തണുപ്പുള്ള ആ സന്ദർഭത്തിൽ വുളൂ പൂർണ്ണമായി എടുക്കാൻ ബുദ്ധിമുട്ട്
ചിലത് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ വുളു എടുക്കുക എന്നത്. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ആരാണോ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിച്ച് സ്ഥിരമായി ചെയ്യാൻ കൊണ്ടു നടക്കുന്നത് അവന്റെ ജീവിതം ഖൈറിലായിക്കൊണ്ടായിരിക്കും. വമാത ബിഖൈറിൻ, അവന്റെ മരണവും ഖൈറിലായിക്കൊണ്ടായിരിക്കും. വകാന മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല മായ്ക്കും. ചെറിയ പാപങ്ങൾ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവനെ ആക്കുന്നതാണ്. അടുത്ത ഹദീസ് വൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല من أتم الوضوء كما أمره الله فالصلوات المكتوبات كفارة لما بينهن. ആരാണോ അള്ളാഹു കൽപ്പിച്ചതുപോലെ വുദു പൂർണ്ണമായി എടുക്കുന്നത്, അതുപോലെ അവന്റെ നിർബന്ധമായ നിസ്കാരങ്ങൾ അവന്റെ വുദു പൂർണ്ണമായ രൂപത്തിൽ ശരിയായി എടുത്തിട്ടാണെങ്കിൽ അവന്റെ നിർബന്ധമായ നിസ്കാരങ്ങൾ അതിനിടയിലുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിരിക്കും. അതായത് 5 വഖ്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന ചെറിയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിസ്കാരം. അപ്പൊ നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണം? വുദു ശരിയായിരിക്കണം. നിസ്കാരത്തിന്റെ നിബന്ധനയാണ്. വുദു ഇല്ലാതെ ഒരാൾ എത്ര നന്നായി എത്ര ധാരാളം പാരായണം ചെയ്താലും എത്ര സുജൂദ് ദീർഘിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാണ്. അപ്പൊ വുദു പൂർണ്ണമായി ഏറ്റവും നല്ല രീതിയിൽ എടുക്കുകയും എന്നിട്ട് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവൻ 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ അവന് പുറത്തു കൊടുക്കപ്പെടും, അതിനുള്ള പ്രായശ്ചിത്തമാകും. وعن أبي أيوب قال سمعت رسول الله صلى الله عليه وسلم يقول من توضأ كما أمر وصلى كما أمر غفر له ما قدم من عمل والرواية غفر له ما تقدم من ذنبه. ആരാണോ അള്ളാഹു കൽപ്പിച്ചതുപോലെ അവനോട് കൽപ്പിക്കപ്പെട്ട പോലെ വുദു എടുക്കുന്നത്, അതുപോലെ അവനോട് കൽപ്പിക്കപ്പെട്ട പോലെ നിസ്കരിക്കുന്നത്, അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകുന്നതാണ്, അത് മതിയാകുന്നതാണ്. അപ്പോ വുദുവിന് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വുദുവിന്റെ മഹത്വം അറിയിക്കുന്ന ഹദീസുകളാണ് ഈ ഫസ്ലിൽ മുഴുവനായിട്ട് നാം വായിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഈ ഒരു കാര്യം വുദു എന്നുള്ളത് അത് കേവലം കയ്യും കാലും കഴുകുക എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകുന്ന നമ്മുടെ ദറജകളെ ഉയർത്തിത്തരുന്ന മഹത്തായിട്ടുള്ള കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അടുത്ത ഫസ്ല് വുദു തജ്ദീദ് ചെയ്യുന്നതും വുദു നിലനിർത്തുന്നതും എപ്പോഴും വുദുവിലായി നിൽക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും.